ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ രാഹുലിന് കൊടും കാട്ടില് വെച്ച് രാത്രി ആകുമ്പോഴേക്കും അവിടെ കുറുനരികളും കാട്ടുപോത്തും അതുപോലെ തന്നെ കുറുക്കന്മാരൊക്കെ വരുന്ന സ്ഥലമാണെന്ന് വേലു പറയാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന് അവിടെ വെക്കാണ്. രാഹുലിന്റെ വായിൽ തുണി തിരികിയിട്ടുണ്ടായിരുന്നു. ആ തുണി തിരികിയത് കിരൺ മാറ്റാണ്. എന്നിട്ട് പറയണ്ട്, എടാ കുറുനരികളൊക്കെ നിന്നെ കാണുമ്പോ സന്തോഷം കൊണ്ട് ഓളിയിടും. നീയാണെങ്കിൽ മരണവെപ്രാളത്തിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീയും ഒച്ചത്തിൽ കിടന്ന് കരയും. അങ്ങനെ രണ്ടുപേരും കൂടി ഒച്ചത്തിൽ നിന്ന് കരയും ഓളിയിടുകയൊക്കെ ചെയ്തോ. ഞങ്ങൾ പോവാണ്. നാളെ രാവിലെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ സഞ്ചയനും 16 നടത്താം. അല്ലാന്നുണ്ടെങ്കിൽ നീ തീർന്നടാ. കാരണം മൃഗങ്ങൾ തിന്നോണ്ടേ ഞങ്ങളുടെ കൈയടയാളങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് പോലീസ് കേസ് ആവാനും പോകുന്നില്ല. നീ പരോളിൽ ഇറങ്ങിയിട്ട് കാട്ടിലേക്ക് ഒന്ന് പോ. കാട്ടുമൃഗങ്ങൾ ഉപദ്രവിച്ചു മരിച്ചു എന്നായിരിക്കും കേസ് വരാൻ പോണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. വാടവേലു രതീഷ് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പൊ നമ്മുടെ രാഹുലാണെങ്കിൽ അവിടെ നിന്നിട്ട് ഒച്ചത്തിരി കരഞ്ഞോണ്ടിരിക്കാട്ടോ. കിരണെ പോവല്ലേ മോനെ, അമ്മാവനെ രക്ഷിക്കടാ, ആടാ അങ്കിളിനെ രക്ഷിക്കടാ, ആടാ നിന്നെ നോക്കിയതോടെ ചെറുപ്പത്തിടാ, അങ്കിളിന് ഒരു തെറ്റും ചെയ്യടാ, എടാ രക്ഷിക്കടാ, എനിക്ക് പേടിയാവുന്നു കിരൺ, എനിക്ക് പേടിയാവുന്നു കിരൺ, എനിക്ക് ഇനി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുല് വിളിച്ചു കൂവി കരയാട്ടോ. പക്ഷെ രാഹുലിന്റെ കരച്ചിൽ കേൾക്കുമ്പോ കിരണ് ചിരിയാണ് വരുന്നത്. അതിനുശേഷം വേലു പറയണ്ട്, സാറേ കല്യാണി ചേച്ചി ഹോസ്പിറ്റലിലല്ലേ സാർ, എന്നാ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ. ഇവിടുത്തെ കാര്യങ്ങൾ നാളെ രാവിലെ ആകുമ്പോ ഞാൻ വിളിച്ചറിയിക്കാം. ശരി വേലു, എന്നാ രതീഷെ നമുക്ക് പോയാലോ? പോവാം സാറേ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ രതീഷും കിരണും കൂടി തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പ്രകാശ് സത്യങ്ങളൊക്കെ അറിയാണ് കല്യാണി ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം. അതറിയുന്ന പ്രകാശിന് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. നോക്കുമ്പോ കല്യാണി ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കുത്തുകൊണ്ട് ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് കിടക്കാണെന്ന് അറിയാണ്. പ്രകാശൻ കരഞ്ഞു പോകാട്ടോ. മോളെ കല്യാണി, മോളെ ദേ അച്ഛൻ വന്നിട്ടുണ്ട്, മോളെ കണ്ണു തുറക്കും മോളെ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കരച്ചിലും ഭയങ്കര കാര്യങ്ങളൊക്കെയാണ്. ഡോക്ടർ അവിടേക്ക് വരുന്നുണ്ട്. അതെ പേഷ്യന്റിനെ ശല്യം ചെയ്യല്ലേ, നിങ്ങളൊന്ന് പുറത്തു നിൽക്കൂ എന്ന് പറയാണ്. അതിനുശേഷം പ്രകാശം പുറത്തേക്ക് നിൽക്കുന്ന സമയത്താണ് കിരണും രതീഷും കൂടി അവിടേക്ക് വരുന്നത്. കിരണെ, എന്താ എന്റെ മോൾക്ക് പറ്റിയത്? ആ പരോളിലിറങ്ങിയ ആ ബഗാസുരനാണ് എന്റെ മോളെ കുത്തിയത്. അതെ അച്ഛ എന്ന് പറയാണ്. അവനെ ഞാൻ വെച്ചേക്കില്ല, അവനെ ഞാൻ കൊന്നു കളയും എന്ന് പറയുമ്പോ എന്റെ മോളുടെ കിടപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കിരണെ. അവൻ ഞാനിനി ഒരിക്കലും വിടില്ല. ഞാൻ ഇപ്പൊ തന്നെ അവന്റെ അടുത്തേക്ക് പോവാണ്. അവൻ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവനെ കൊന്നു കളഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് പ്രകാശം പറയുമ്പോ കിരൺ പറയണ്ട, അച്ഛ ഇനി അച്ഛ അതിനു വേണ്ടി പോവണ്ട എന്ന് പറയാണ്. അതെന്താ മക്കളെ, ഞാൻ പോയാല്? അച്ഛ രാഹുല് മരിച്ചു വെച്ച എന്ന് പറയാണ്. രാഹുല് മരിച്ചെന്നോ? മോനെ കിരൺ, നീ എന്തൊക്കെയാ പറയണത്? അച്ഛ ഞാൻ അച്ഛനോടായോണ്ട് സത്യം പറയാം, രാഹുല് മരിച്ചു. കിരൺ എന്ന് പറഞ്ഞ ഞാൻ കല്യാണിയുടെ ഭർത്താവാണ്. കല്യാണിക്ക് എന്തെങ്കിലും നൊന്താ എനിക്കും നോവും അച്ഛ. അതുകൊണ്ട് തന്നെ ഞാൻ അയാളുടെ തീർത്തു. ഭഗവാൻ കൃഷ്ണൻ പോലും അമ്മാവനെ തീർത്തു കളഞ്ഞത് അച്ഛൻ അറിയില്ലേ? അതുപോലെ എന്റെ അമ്മാവൻ പറഞ്ഞ വളരെ ക്രൂരനായ ഒരാളായിരുന്നു. അയാളെ മുമ്പേ തീർക്കേണ്ടതായിരുന്നു. അയാള് കല്യാണി കുത്തിയ സമയത്ത് തന്നെ ഞാൻ അയാളെ പിടിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ കല്യാണി ജീവന് വേണ്ടി പെടയണ കണ്ടപ്പോ എനിക്ക് അതിന് സാധിച്ചില്ല. കല്യാണിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനാണ് ഞാൻ നോക്കിയത്. അതിനുശേഷം ഞാൻ അയാളെ തെരഞ്ഞു നടന്നു വച്ച അയാളെ എനിക്ക് കണ്ടെത്തി. അയാള് നമ്മുടെ ബീച്ച് റോട്ടിൽ ഉണ്ടായിരുന്നു. അവിടെ ഒരു കോളനിയിൽ അയാൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അയാളെ കണ്ടുപിടിച്ച് ഞാനും രതീഷും കൂടി അവനെ ഓടിച്ചിട്ട് പിടിച്ച് കയ്യും കാലൊക്കെ കെട്ടിയിട്ട് നമ്മുടെ വേലൂരിന്റെ ഊരിലേക്ക് കൊണ്ടുപോയി മക്കളെ. എന്നിട്ട് വേലൂരിന്റെ ഊരിൽ കയ്യും കാലൊക്കെ കെട്ടിയിട്ടിട്ട് അവിടെ കാട്ടിൽ ഉപേക്ഷിച്ചു വെച്ച മൃഗങ്ങൾ ഇന്ന് കടിച്ചു കീറി തിന്നു അയാളെ. ഇതിനോടകം ചിലപ്പോ തിന്ന് കാണും മക്കളെ. ചിലപ്പോ അയാൾ രക്ഷപ്പെട്ട് കാണുമായിരിക്കും. ഇല്ല അച്ഛാ, ഒരിക്കലും രക്ഷപ്പെട്ട് കാണില്ല. നാളെ രാവിലെ വേലു വിളിക്കും അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അച്ഛൻ സമാധാനമായിട്ടിരിക്കെ. അങ്ങനെ കല്യാണിനെ ഉപദ്രവിച്ചാ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ അച്ഛാ എന്ന് പറയാണ്. എന്തായാലും നന്നായി, ഇനി ഇത് കേസ് ആവാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കും കുറ്റം എന്ന് പറയാണ്. കിരൺ പറയണ്ട, അച്ഛനിത് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ല. അവനെ കൊന്നത് ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളാണ്. മൃഗങ്ങളെ കേസെടുത്ത് ജയിലിലാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് അച്ഛൻ അതിനോർത്ത് ഒരു വിഷമവും വേണ്ട. എന്തായാലും അച്ഛനെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഗംഗപ്രസാദ് ഉണ്ടല്ലോ, അവനും തീർന്നു. അവനെയും കൊന്നത് ഞാൻ തന്നെയാണ് എന്നൊക്കെ പറയണം മക്കളെ. ഇത് വലിയ കേസായി കഴിഞ്ഞാൽ ഗംഗപ്രസാദിനെയും കൊന്നതും രാഹുലിനെ കൊന്നതൊക്കെ കേസായി കഴിഞ്ഞാൽ ആകെ നീ ജയിലിൽ പോകേണ്ടി വരുമല്ലോ. അങ്ങനെ നീ ജയിലിൽ പോരുത് മോനെ, ഞാൻ പോകാം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പോയിക്കോളാം എന്നൊക്കെ പ്രകാശൻ ഇങ്ങനെ പറയണം കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ഡോക്ടർ അവിടേക്ക് വരുന്നത്. ഡോക്ടർ വന്നിട്ട് നമ്മുടെ കിരണിനോട് പറയുന്നുണ്ട്, അതെ കല്യാണിക്ക് ബോധം വീണോട്ടോ എന്ന് പറയാണ്. കിരണിന് സന്തോഷാവാണ്. മോനെ നീ തന്നെ പോയി കാണുക, കല്യാണി ഇപ്പൊ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് നിന്നെയായിരിക്കും എന്ന് പ്രകാശൻ പറയുന്നുണ്ട്. അങ്ങനെ കിരണ അകത്തേക്ക് കേറാണ്. കല്യാണി കണ്ണ് തുറക്കുന്നുണ്ട്. കല്യാണി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ഇല്ല കിരണേട്ടാ, കല്യാണി നമ്മുടെ ജീവിതത്തിൽ രാക്ഷസന്മാരൊക്കെ ഒഴിഞ്ഞു പോയി. കല്യാണി, കിരണേട്ടൻ എന്താ ഈ പറയുന്നത് എന്ന് കല്യാണി ചോദിക്കുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്,
ഞാൻ പറഞ്ഞത് സത്യമാണ് കല്യാണി. രാഹുൽ എന്ന് പറഞ്ഞ ബകാസുരനെ കാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചു കല്യാണി. ദേ ഇപ്പൊ വേലു വിളിച്ചിരുന്നു. അവിടെ കുറച്ച് ചോരപ്പാടുകളും അതുപോലെ തന്നെ മാംസ കഷ്ണങ്ങളും മാത്രമുള്ളൂന്ന്. അതിനർത്ഥം രാഹുൽ മരിച്ചെന്നാണ്. അയാൾ തന്നെയായിരിക്കും മരിച്ചത്. അയാൾ തന്നെയാണ്. അയാൾ ഇട്ടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ കീറി പറഞ്ഞ് പൊളിഞ്ഞു കിടപ്പുണ്ട്. എന്തായാലും ആംബുലൻസുകാരത്ത് പറഞ്ഞിട്ടുണ്ട്. അവര് വേലു വിവരം അറിയിച്ചിട്ടുണ്ട് ആംബുലൻസുകാരത്ത്. മൃഗങ്ങൾ ആരോ പിടിച്ച് തിന്നു എന്ന് പറഞ്ഞിട്ട് ആംബുലൻസുകാർ ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാകും. അതിനുശേഷം ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ട് അമ്മയുടെ അച്ഛന്റെ വീട്ടിലേക്കാണ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അമ്മയുടെ ആങ്ങളെയാണല്ലോ, അവിടെ തന്നെ ദഹിപ്പിക്കട്ടെ. പിന്നെ സരയുവാണ് കല്യാണി ഇതിനെല്ലാം പിന്നിൽ. സരയുവാ? കിരണേട്ടൻ എന്താ പറഞ്ഞത്? അതേ കല്യാണി, അവൾ നമ്മളെ പറ്റിക്കായിരുന്നു, അവള് ചതിക്കുമായിരുന്നു. അവൾക്ക് ഇപ്പോഴും എന്നെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. അതിനെ നിന്നെ കൊല്ലണം, നിന്നെ ഇല്ലാതാക്കിയിട്ട് എന്നെ കല്യാണം കഴിക്കണം. അത് തന്നെയാണ് കല്യാണി അവളുടെ ഇപ്പോഴത്തെ ആഗ്രഹം. അതിനെ വേണ്ടിയിട്ടാണ് അവളുടെ അച്ഛൻ ഇങ്ങനെ ക്രൂരതകൾ ചെയ്തത്. ഓഹോ, അപ്പൊ അവൾ നമ്മുടെ മുമ്പിൽ അഭിനയിക്കായിരുന്നല്ലേ? അതേ കല്യാണി, എന്തായാലും അവൾക്ക് നല്ലൊരു സർപ്രൈസ് ഇപ്പോ വീട്ടിലെത്തിയിട്ടുണ്ടാകും എന്ന് കിരൺ പറയുന്നുണ്ട്. അങ്ങനെ സരയും അതുപോലെ തന്നെ ഷാരിയും രൂപയുടെ വീട്ടിൽ ഉണ്ട് കേട്ടോ. അപ്പൊ രൂപയുടെ വീട്ടിൽ അവിടേക്ക് ആംബുലൻസ് വരുവാണ്. രൂപക്കും ചന്ദ്രസേന അറിയാതെ രാഹുലാണ്. അവർക്ക് അതൊരു വലിയ ഭാവമാറ്റമൊന്നും ഇല്ല. കിരണും അവിടെ എത്തുന്നുണ്ട്. അപ്പൊ സരയും ഷാരിയും കൂടി ഓടിപ്പോയിട്ട് ആംബുലൻസ് തുറന്നു നോക്കാണ്. അപ്പൊ സരയുവിനൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം അത് രാഹുലാണ് മരിച്ചെങ്കിൽ കിരണ ചെയ്തെന്ന് സരയുവിന് നന്നായിട്ട് അറിയാം. അപ്പൊ ഇങ്ങനെ തുറക്കുമ്പോഴേക്കും ആംബുലൻസിലെ ആള് പറയുന്നുണ്ട്, അതെ കാണാനായിട്ട് ഒന്നും ഇല്ല അതില്. പിന്നെ നിങ്ങൾക്ക് ചടങ്ങ് നടത്താനായിട്ട് എന്തെങ്കിലും ഉണ്ട്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫോട്ടോ വെച്ചിട്ട് ആൾക്കാർ കണ്ടിട്ട് വന്നിട്ട് പോട്ടെ എന്ന് പറയാണ്. അപ്പൊ ഒന്നുമില്ലേ, എന്റെ അച്ഛനെ എനിക്ക് കാണാൻ പറ്റില്ലേ എന്നൊക്കെ സരയു പറയുമ്പോ, ഇല്ല ഒന്നുമില്ല, മൃഗങ്ങളെല്ലാം കീറി പറിച്ചു തിന്നു എന്ന് പറയാണ്. സരയു അപ്പൊ തന്നെ കിരണിനെ നോക്കുന്നുണ്ട് കേട്ടോ. കിരൺ പുച്ഛത്തോടെ ഇങ്ങനെ ചിരിക്കാണ്. സരയുവിനെ ദേഷ്യം വരുന്നുണ്ട്. കാരണം തന്റെ അച്ഛനെ ഇതേ രീതിയിൽ ആക്കിയാലോ കിരൺ എന്ന് ആലോചിച്ചിട്ട് കിരണാണെങ്കിൽ പുച്ഛത്തോടെ ചിരിക്കണത്. എടി സരയു, ഇനി അടുത്തത് നീ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോവാൻ പോവാണ് എന്ന രീതിയിലാണ് കിരൺ പുച്ഛത്തോടെ ചിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ സരയുക്ക് ഭ്രാന്തി പിടിച്ചൊരു അവസ്ഥയാണ്. സരയു മെന്റൽ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു പോകാൻ വേണ്ടി പോകാട്ടോ. പക്ഷെ അതിനു മുമ്പ് ഈ രാഹുലിനെ ബീച്ചിൽ വെച്ച് ഇടിച്ചതും അതുപോലെ തന്നെ നമ്മുടെ കാട്ടിലേക്ക് കൊണ്ടുപോയതും പിന്നെ ഗംഗപ്രസാദിനെ കൊന്നത് കിരണാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ CA എല്ലാ കേസും കൂടി ചുമത്തിയിട്ട് നമ്മുടെ കിരണിനെ അറസ്റ്റ് ചെയ്യാൻ പോണ ഭാഗമാണ് നമ്മൾ ക്ലൈമാക്സിൽ കാണാൻ പോണത്. അങ്ങനെ കിരൺ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സങ്കടമാവട്ടോ. കിരൺ തന്നെ പറയും, ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്, എന്റെ കൂടെ വേറെ ആരും ഉണ്ടായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അതിന് മുമ്പ് തന്നെ പ്രകാശനും ലക്ഷ്മി അമ്മയൊക്കെ പറയുന്നുണ്ട്, കിരൺ മോനെ നീ ഇത് കുറ്റം ഏറ്റെടുക്കരുത്, നിനക്കൊരു ജീവിതം ഉണ്ടോ, നിങ്ങളെ ജീവിതം തുടങ്ങിയുള്ളൂ. പക്ഷെ ഞാനും ലക്ഷ്മി അമ്മയൊക്കെ നമ്മളെ ജീവിതം ഒരുപാടൊക്കെ കഴിഞ്ഞു, നമ്മുടെ ജീവിതം ഏകദേശം തീരാനായി, അത് ഞങ്ങൾ ജയിലിലേക്ക് പോയിക്കോളാം, നീ ഇത് കുറ്റം ഏറ്റെടുക്കലെന്ന് കിരണിനോട് പലവട്ടം പറയുന്നുണ്ടെങ്കിലും കിരൺ കുറ്റം ഏറ്റെടുക്കാണ്. അങ്ങനെ കിരൺ ജയിലിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിക്കാട്ടോ. സന്തോഷത്തോടെയാണ് കിരൺ പോണത്. ഞാൻ തിരിച്ചു വരും കല്യാണി നിനക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇനി ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേക്കും കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ക്ലൈമാക്സ് ഏകദേശം അടുത്ത മാസം ഫസ്റ്റ് വീക്കാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.